എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു ബ്രോ. എൻ്റെ 7 വർഷത്തെ ഇത് ഭയങ്കര ഈ തിരക്കിനിടയിലും പറയുന്ന 7 വർഷത്തെ റിലേഷൻഷിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഞാൻ എൻ്റെയും ബേബിയുടെയും ഡാബ്സിൻ്റെയും പാട്ടാണ് കേട്ടോണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റണത്. എങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. കൊറോണ ഒരു വൈറസ് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് അതുപോലെ തന്നെ എനിക്ക് ക്ഷമശീലനാക്കാൻ എന്നെ പഠിപ്പിച്ച് എന്നെ പ്രാപ്തനാക്കാൻ പഠിപ്പിച്ച് എനിക്ക് സ്വപ്നം കാണാനും പഠിപ്പിച്ചു. റാപ്പ് മ്യൂസിക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് മെയിൽ ഡോമിനൻസ് ഉള്ളൊരു ജനറയാണ്. ഇപ്പോൾ പുറത്ത് നോക്കിയാലും US കൂടുതലും മെയിൽ ആർട്ടിസ്റ്റുകളാണ്, ഫീമെയിൽസ് കുറവാണ്. അത്രയും വലിയ ഹിപ്പ് ഹോപ്പ് കൾച്ചർ ഉള്ള സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ വരുമായിരിക്കും ഫ്യൂച്ചറിൽ. അതാണ് സംഭവം. സോ ഒരു ഓട്ടോസ് ഓടിക്കുന്നവനും മെർസിഡീസ് ബെൻസ് ഓടിക്കുന്നവനും എൻ്റെ പാട്ട് കേൾക്കേണ്ടതെന്നുള്ള തെളിവല്ല. ദർ ഇസ് നോ ക്ലാസ്. സോ ദാറ്റ്സ് വാട്ട് ആൻ ആർട്ടിസ്റ്റ് നീഡ് ആൻഡ് ദർ വർ ആസ് എ സക്സസ്. ഞാൻ എന്ന വ്യക്തി അതിലാണ് കണ്ടിരിക്കുന്നത്. ഓഡിയൻസ് അങ്ങനെ കാണുന്നത് അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പരിപാടിയല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും മനസ്സിലാക്കണം അങ്ങനെ കാണാൻ ചാൻസ് ഉള്ള ഇതും കൂടെ ആണെന്ന്. അപ്പം നമുക്കങ്ങനെ നമ്മളൊരു മോശമായ രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. പെരിശത്തിലായിരം ലാത്തിരി പുത്തിരി കത്തണ കണ്ട് ഹൊസനുൽ ജമാൽ അതിൽ പൂണ്ട് ലാത്തിരി കണ്ട കിനാവത് കൊണ്ട് ജമാലേദാ കമാലാനാ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെ ഇംപ്രഷനബിൾ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെയാണ്, ഒരു യൂത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും അതിനകത്തെ ഇൻറ്റഗ്രിറ്റി, അതായത് മ്യൂസിഷ്യൻ എന്ന ഇൻറ്റഗ്രിറ്റിയും ഒരു വ്യക്തി എന്ന ഇൻറ്റഗ്രിറ്റിയും ഒരുപോലെ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണോ? കാരണം അതൊരു വലിയ പ്രശ്നമാണ് പലർക്കും. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ ആ സഡൻ ഫെയിമും സഡൻ ഗ്ലോറിയും പൈസയും എല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും തെറ്റിപ്പോവും, മറന്നുപോകും. ആൻഡ് പല വീഴ്ചകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക നിങ്ങൾ ഡു യു ഫീൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എൻ ആർട്ടിസ്റ്റ്? അതോ രണ്ടും വേർതിരിച്ച് വെക്കുന്നതായിരിക്കണം? അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എനിക്കതിലെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ റിയൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രം റിയൽ എന്നുള്ള ഒരു തത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് വാട്ട് ഐ എം സീയിങ് ഔട്ട്സൈഡ് ഇസ് നോട്ട് റിയൽ എന്ന് വരെ എനിക്ക് തോന്നും. കാര്യം വെച്ചാൽ അവിടെ നടക്കുന്ന ആ കണ്ടന്റിൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഭവമാണല്ലോ. എന്തിൻ്റെയും സന്തോഷമായാലും സന്ദർഭമായാലും സങ്കടമായാലും. സോ നേരിൽ കാണാനും വിറ്റ്നസ് ചെയ്തതിന് ആഫ്റ്റർ മാത്രമേ ഞാനതിനെ ശരിക്ക് അതിൻ്റേതായിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള കറക്റ്റ് റിയൽ ആയിട്ടുള്ള റോ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ വേണം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ. സോ ഇത് ഞാൻ മുന്നേ കണക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റിയൽ കാര്യം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയല്ല ഡാപ്സി. അതറിയണമെങ്കിൽ എൻ്റെ കൂടെ ഞാൻ മുന്നേ പറഞ്ഞ് ഞാൻ കണക്ട് ചെയ്യാണ്. ഒരു 24 hours എ ഡേ ഹാവ് ടു സ്പെൻഡ് ഹൂസ് ദിസ് ഗൈ എന്ന് പറയാൻ. നമ്മളൊരാളെ പ്രെഡിക്റ്റബിളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ക്ലെയിം ചെയ്യുമ്പോൾ ഒരിക്കലും കോൺഫിഡൻസിൽ പറയാൻ കഴിയില്ല. കാരണം പേരില്ലാത്തവനാണ് ആ വ്യക്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഏത് ഏരിയയിലും എടുത്താലും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലല്ല. കാര്യം നേരിട്ട് അറിയാതെ ഞാൻ വിശ്വസിക്കുക. സോ ദാറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. റിയൽ ആൻഡ് റിയൽ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിഷ്യൻ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫെയിം ക്യാഷ് എല്ലാം വരുമ്പം ഒരു സാധാരണ നമ്മളൊരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് ത്രൂ ആണ് ജീവിതത്തിന് സംഭവിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ മൈൻഡിനെ ലൈഫ് സ്റ്റൈലിനൊക്കെ ബാധിക്കാറുണ്ട്. ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വിഷ്ണു തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മ്യൂസിഷ്യൻ എന്നുള്ളത് ആ ഒരു ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫ് പോലെ തന്നെ. ഞങ്ങൾ മനുഷ്യന്മാരും നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. അതെ അതെ. എല്ലാവർക്കും നമുക്ക് നമ്മൾ കൊടുക്കാൻ കഴിയില്ല. വെരി ഫ്യൂ പീപ്പിൾ വി ക്യാൻ give and we are living with them. ഇപ്പോൾ ലോകമെമ്പാടും പല ആർട്ടിസ്റ്റിനും പല മ്യൂസിഷ്യൻസിനും പല തരത്തിലുള്ള ആക്യൂസേഷൻസ് ഉണ്ട്. സെക്ഷൽ ഹാരസ്മെന്റ് കേസസ്, അസോൾട്ട് കേസസ് ഉണ്ട്, ഡ്രഗ് അബ്യൂസ് കേസസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇഷ്യൂസ് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്ഫിയറിൽ നിൽക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടാവുന്ന ആൾക്കാരും ഏറ്റവും എളുപ്പം എന്താ പറയുക അക്യൂസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക പെർപെട്രേറ്റേഴ്സ് ആവാനും ഉള്ള സാധ്യതകളും ഉണ്ട്. മനുഷ്യന്മാരെല്ലാം ഭയങ്കര ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഈ സെലിബ്രിറ്റി ഒരു സ്റ്റേറ്റസ് എന്ന് പറയുമ്പം സെലിബ്രിറ്റീസിൻ്റെ അടുത്തും എല്ലാം പൊതുവെ ആരാധന ഇതേപോലത്തെ. എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഓവർ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്. ഇതെങ്ങനെയല്ല നമ്മളിതിനെ കാണേണ്ടതെന്നുള്ളത്. പക്ഷെ എന്നാലും എളുപ്പം അത് മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ഭയങ്കര എക്സ്റ്റെൻസീവ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സമയം കൂടെ ആയത് കാരണം
ഏറ്റവും എളുപ്പം എടുത്തിട്ട് അലക്കപ്പെടുന്നതും സെലിബ്രിറ്റീസാണ്. എന്നാലും പക്ഷേ അവരെ മറ്റേ ആരാധിക്കേണ്ട എന്തോ ഒരു സാധനമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഈ താഴോട്ട് തള്ളിയിടലും. ഞാനിങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ കൈൻഡ് ആയിട്ട് ഇരിക്കുന്ന മുഹമ്മദ് ഫാസിൽ എന്നുള്ള ഡാപ്സിൻ്റെ ഒരു ആൾട്ടർ ഈഗോ ആയിട്ട് പ്രവർത്തിക്കപ്പെടുന്ന ഡാപ്സി എന്നുള്ളൊരു വേർഷൻ ഓനക്ക് ഇത്രയും വലിയ അപ്രിസിയേഷനും അതുപോലെ സന്തോഷങ്ങളും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്ന് സ്വീകരിച്ച സുഖലോലുപനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് അന്നെ കൊട്ടാൻ ഇതിന് കഴിയുമെന്നുള്ള ഒരു സാധനം ഓപ്പോസിറ്റ് റിയാക്ഷൻ വൈ ഇന്ന മാൽ ലുസിരി യുസ്റാന്ന് അറബിക്കിൽ പറയാം എവരി ക്രഷ് ദർ ഇസ് നീസ് എവരി ടഫ്. സോ എടുക്കാൻ പ്രാപ്തനാണെന്നുള്ള ബോധമുണ്ട്. നാളെ എന്നെ ചവിട്ടിട്ടാലും ഇന്റെ ഇന്റൻഷൻ മ്യൂസിക്. ആ കോൺഷ്യസ്നെസ് ഉണ്ടോ മനസ്സിന്റെ ഉള്ളിൽ? ആ ഒരു കോൺഷ്യസ്നെസ്, കോൺഫിഡൻസ് ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ ഒരു ഇൻ യുവർ ആക്ഷൻസ് ആസ് എ പേഴ്സൺ. ഞാനിപ്പോ പറഞ്ഞ ആരും പൂർണ്ണ അതാ ഞാൻ പറഞ്ഞത്, ആരും യോഗ്യരും 100 അല്ലല്ലോ. ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഏതൊരു വക്കീലാണെങ്കിലും ആ വക്കീലും തിന്മകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് മത പണ്ഡിതനും ആ പണ്ഡിതനിൽ ഉണ്ടാവുന്ന ഏത് വ്യക്തികളിലും തെറ്റിയാത്തത് മനുഷ്യന്മാരാണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. ഓഡിയൻസ് ഇപ്പം നമ്മളെ ഓഡിയൻസ് അങ്ങനെ കാണുന്നത് പോലെ കാണുന്നത് അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പരിപാടിയല്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും മനസ്സിലാക്കണം അങ്ങനെ കാണാൻ ചാൻസ് ഉള്ള ഇതും കൂടെ ആണെന്ന്. അപ്പം നമ്മളും നമുക്കങ്ങനെ നമ്മളൊരു മോശമായ രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ശരിക്കും ഉത്തരവാദിത്വം. ഞാനിപ്പോൾ ഈ പറഞ്ഞ സമൂഹത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ നിരക്കാത്ത പല പ്രവർത്തികളിലും എല്ലാ വ്യക്തികളും പല രീതികളിലും ഏർപ്പെടണം. പക്ഷെ അത് സമൂഹത്തിന് ദോഷകരമാവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കാതെ നമ്മൾ അതിനാണ് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ, ഐ എം ഡൂയിങ് തിങ്സ്, ബട്ട് അതിനെ മാക്സിമം ആരും കാണാത്ത രീതിയിൽ അതിൽ സെൽഫിലി അനുഭവിക്കുക, സ്വന്തം അനുഭവിക്കുക. സന്തോഷമാണ്, സങ്കടമാണ്, മറ്റുള്ളവർക്ക് അതിന് ദോഷമാവണം അല്ലെങ്കിൽ ഇതാണ് രീതിയിൽ. നിങ്ങളുടെ മ്യൂസിക്കൽ കരിയർ അല്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു നിമിഷം ഉണ്ടെങ്കിൽ അതെന്താണ്? കൊറോണ. ഒരു വൈറസ് സ്വപ്നം കാണാൻ പഠിപ്പിച്ച്, അതുപോലെ തന്നെ എനിക്ക് ശീലനാക്കാൻ എന്നെ പഠിപ്പിച്ച്, എന്നെ പ്രാപ്തനാക്കാൻ പഠിപ്പിച്ച്, എനിക്ക് സ്വപ്നം കാണാനും പഠിപ്പിച്ച്. അതായത് 30ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിച്ചതെന്ന് വിശ്വസിക്കുന്നത്. ബിക്കോസ് അവിടെ നിന്നാണ് ഞാൻ സെൽഫിലി സ്ട്രോങ്ലി ബിൽഡിങ് ദാറ്റ് ഐ ഹാവ് ടു പെർസ്യൂ മൈ ആർട്ട്. 29 ദിവസം ഒറ്റയ്ക്ക് ജയിലിൽ അനുഭവിച്ചൊരു ഫീല്. ഗൾഫ് കഴിഞ്ഞ് ഞാൻ അവിടെ 29 ദിവസത്തിന്റെ പെരയിൽ ഒറ്റയ്ക്കിരുന്നു. 144 വന്നത്. ഇറ്റ് വാസ് ക്രൂഷ്യൽ. പുറത്തിറങ്ങിയ 144 കേസ് ഇട്ടൊരു സാധനം. സോ ഓൾറെഡി ഞാൻ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ഡൗൺ ടു ഡൗൺ പോയത്. എന്നിട്ട് അവിടെയാണ് ഞാൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് റൈറ്റ്. അങ്ങനെയാണ് മനുഷ്യന് മാരേജിന് ഈ ഊര അന്ന് എഴുതിയതാണ് സുഗുണ്ടായി മരിച്ചതിന്റെ മുന്നേ എഴുതിയ മൊഞ്ചാണ്. സോ ദർ ഐ റോട്ട് മോർ ദാൻ 12 to 15 ട്രാക്സ്. മലബാറി ഞാൻ ഇതേപോലെ കോവിഡിന്റെ സമയത്ത് നമുക്ക് കുറെ നമ്മളെ ഇതുപോലെ ക്രിയേറ്റീവ്ലി നമുക്ക് നല്ലൊരു സ്പേസ്. കാരണം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഈ മറ്റേ ഞാൻ ജസ്റ്റ് 2 പ്രോപ്പർ ഷോസ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ വിചാരിച്ചോ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇതെങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലോക്ക്ഡൌൺ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ പട്ടിണിയും പരിവട്ടോ എന്നുള്ള സീനായിരുന്നു. വീട്ടിൽ പൈസ വയ്ക്കാൻ പറ്റില്ല. 200 എന്റെ ഒരു ഫ്രണ്ട് 500 പോലും ഈവൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. എന്റെ കുട്ടികൾക്ക് ഇത് തിന്നാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ ഒരു മ്യൂസിക്കും ഒരു അതന്നെയാണ് സൊസൈറ്റി. പേരക്കാരല്ലോ ഞാൻ വിശ്വസിക്കും. സോ അവിടെ ആർട്ട് പർസ്യം ഭയങ്കര സോ അത്രയും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷനിലൂടെയാണ് ഓരോ ആർട്ടിസ്റ്റും ബഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓർക്ക് കുറച്ച് ദേഷ്യ അഗ്രഷനൊക്കെ, കാരണം വെച്ചാൽ സ്ട്രീറ്റ് ഡോഗിനെ കാണുന്ന അതേ കണ്ണിലൂടെയാണ് ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ഇന്ന പലരും. ഞാൻ അവരോട് ഒരു ദേഷ്യമില്ല. ദേ ഗിവൻ മീ ദ റെസ്റ്റ്. ആ സമയത്ത് മറ്റേ ഉച്ചയ്ക്ക് ഒരു നേരം മറ്റേ തൊട്ട് അപ്പുറത്തെ വീട്ടില് മീൽസ് അടിക്കാൻ പോവാം, 60 രൂപ കഴിക്കാം. പക്ഷെ രാത്രി ഏത്തപ്പഴം ശർക്കരയും കൂടെ വെച്ചിട്ടുള്ള പരിപാടിയാണ് രാത്രി ഉണ്ടാകുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ രാത്രി എന്നിട്ട് ചിലപ്പോൾ എനിക്ക് രാത്രി ആകുമ്പോൾ ഒരു ഷവർമയും കൊണ്ടൊക്കെ വരും. അപ്പൊ കാരണം വീട്ടിൽ പൈസ വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ അവസ്ഥയിലാണ് ഞാൻ ആക്ച്വലി ഇരുന്നിട്ട് ഞാൻ നല്ല ഡിപ്രഷനിലോട്ട് പോകുന്ന പോലെ എൻ്റെ റൂംമേറ്റ് ഒക്കെ മനസ്സിലായി. പുള്ളി വന്നിട്ട് ഇങ്ങനെ പറയും, എടാ
രാത്രിയിൽ ആരും കാണൂല, നീ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലതായിരിക്കും എന്ന്. അപ്പം ശരിക്കും ഈ നമ്മ ചെറിയ ടീമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുതുന്ന സമയത്ത് നല്ല നല്ല ചെറിയ ടീം തന്നെയാണ് റാപ്പിന്റെ ഒരു സംഭവം. സുശീലന്, മരിസിമ്മക്കുട്ടി, ഞാന്, ഈ പറഞ്ഞ അക്ഷയ്, അഹിന്, ക്ലിൻഡ്, there is a bundle of artists there still I know. ഇവരൊക്കെ ഫെജോ, ഞങ്ങളൊക്കെ ആ സമയത്ത് ഇങ്ങനെ പരിധി നടന്ന് അത് ഇവരൊക്കെ ഫോം ചെയ്ത ആ ഒരു സമയത്താണ്, ഈ മനുഷ്യർ എന്നുള്ള ഫോം ചെയ്ത ആ സമയത്താണ്. അതിനുശേഷമാണ് 2013 ഡാപ്സിനെ എല്ലാവരും അറിയുന്നത്. ഒരു ആൽബം ഇവിടെ ഹിപ്പ് ഹോപ്പിലെ ഫസ്റ്റ് ഓഫ് ഓൾ പരിമൽ ചേസിന്റെ ലീഡിംഗ് ആയിട്ട് വന്ന ഒരു 2018 ആൽബമാണ്. അതെ, അതൊക്കെ ഞാൻ കാണുന്ന ഒരു വലിയ പ്ലേയേഴ്സ് വേറെയുണ്ട്, പരിമൽ ഷേസ് ബീങ് വൺ ഓഫ് ദം. എക്സാക്ട്ലി, ആ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഈ ഡീക്കേഡ് ഓഫ് ആർട്ടിസ്റ്റുകൾ കണക്കാക്കുന്നത് ഒരു ക്രിയേറ്റീവ് ആൽബത്തിലാണ്. സോ അവിടെയാണ് ആ ഒരു സാധനം വന്ന് കിടക്കണത്. നമ്മളിപ്പോഴും ആൽബം ചെയ്തിട്ടില്ല. അതെ അതെ, അന്ന് ആൾ അങ്ങനെ ഒരു ആൽബം ചെയ്ത് ഇപ്പോഴും നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ. ദിസ് ഓൾ ഹാപ്പനിങ് ആൻഡ് പീപ്പിൾ ഡോണ്ട് നോ ദിസ്. ആൻഡ് നമ്മളിത് എടുത്തിട്ട് പോർട്രേറ്റ് ചെയ്യരുത്. ആൾക്കാർ തേടി പിടിച്ച് കാണുമ്പോൾ ഓക്കെ പരിമൾ ഷേസ്, ഹൂസ് ദാറ്റ്? അങ്ങനെ പരിമളിനെ കണ്ട് പരിമളിനെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു 50 ആൾക്കാർ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ 20 ആൾക്കാർ മനസ്സിൽ കൊണ്ടുനടക്കും. സോ ആർട്ടിന് ഒരു എന്താ പറയാ, ഒരു എക്സ്പയറി ഒന്നുമില്ല. ഏത് കാലത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വോൾക്കാനോ. എപ്പോഴെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഫ്രം എനി ഓഫ് യുവർ ഓഡിയൻസ്, തീരെ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന്? ഞാൻ പറയണത് ഈ വലിയ ആർട്ടിസ്റ്റും വലിയ പ്രൊഡ്യൂസേഴ്സോ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സോ ഒന്നും അല്ല, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ഒരു റെസ്പോൺസ് നമ്മുടെ ആർട്ടിനൊരു അപ്രിസിയേഷൻ കിട്ടില്ലേ? അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? മനസ്സില്ല, തീരെ പ്രതീക്ഷിക്കാ. ഇത് ഇന്ത്യ പറഞ്ഞിട്ട് തീർക്കാലോ. ഞാൻ സ്വപ്നം പോലും കാണാത്ത കാര്യമാണ് 12,000 ആൾക്കാർ കാണുന്നതിന് മുമ്പ് ഒരു ബഹർ മീൻസ് കടല്, മറ്റേ മാവിന്റെ മേലൊക്കെ ഫുൾ ആൾക്കാർ ഇങ്ങനെ കിടന്നതാണ്. സോ ഐ എം സീയിങ് സംതിങ് ലൈക്ക് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്ന ഒരു കോൺസെപ്റ്റ്, ആൾക്കാർ ട്യൂബ്ലൈറ്റ് അത് പെരിന്തൽമണ്ണ നിലമ്പൂരിന്റെ വരുന്നത് 12,000-11,000 ആൾക്കാർ ഒരു മൈക്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ്. കുറെ ആൾക്കാർ മൂച്ചിമേൽ അതിമേൽ കയറി. സോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും മെർസിഡീസ് ബെൻസ് ഓടിക്കുന്നവനും എൻ്റെ പാട്ട് കേൾക്കേണ്ടതെന്നുള്ളത് തെളിവാൻ. ലൈക്ക് ദർ ഇസ് നോ ക്ലാസ്. സോ ദാറ്റ്സ് വാട്ട് ആൻ ആർട്ടിസ്റ്റ് നീഡഡ് ആൻഡ് ദർ വർ ആസ് എ സക്സസ്. ഞാനെന്ന വ്യക്തി അതിലാക്കാണ്ട് അതിൻ്റെ ഒരു വിറ്റ്നസിങ് ഏരിയ ആയിരുന്നു നിലമ്പൂർ, പെരിന്തൽമണ്ണ. കുറേ നമ്മൾ സ്ട്രീറ്റിൽ പോയി പെർഫോം ചെയ്യുമ്പോൾ കിട്ടണേ പോലെ കല്യാണത്തിലൊക്കെ ഓളമല്ലേ. സോ അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്. ഞാൻ ഗാനമേളക്ക് പാടാൻ പോകും. കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ എന്നെ വിളിച്ചോ, ഞാൻ പാടാൻ പോകും. കാര്യം ഏജ്ഡ് ആയിട്ടുള്ള വലിയമാർക്ക് പബ്ലിക്ക് വരാൻ പറ്റുമോ? ദേ കാൺ ആൻഡ് ദേ ആർ നോട്ട് റെഡി. അവർ കല്യാണത്തിനൊക്കെ കാണുന്നതിന് കൈയൊട്ടിട്ടാണ് അവരെ പ്ലഷർ സന്തോഷം അവിടെ തീർക്കും. അപ്പോൾ അവിടെ കലാകാരന്മാർ പോകില്ല. അവിടെ ഭയങ്കര ഈ കല്യാണത്തിനൊക്കെ പോണ പാട്ടുകാരനാജി ദർ ഈസ് ആ കാറ്റഗറി. ഇതൊക്കെ ആരും പറയാത്ത വർത്താനം. ഐ ഡോണ്ട് ഫെയർ എനി വൺ. ലൈക്ക് എനിക്ക് പറയാനുള്ള ഞാൻ പറയും. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ കല്യാണപ്പേരേക്ക് പാട്ട് പാടാൻ പീപ്പിൾ വിൽ ആസ്ക്. സോ ആർട്ടിസ്റ്റ് മസ്റ്റ് നീഡ് എ ക്ലാസ്. ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ നിൽക്കുന്നവനാണ് ആർട്ടിസ്റ്റ്. ഐ എം നോട്ട്. അതെ അതെ. ഈ മൂപ്പര് ഇപ്പൊ നമ്മൾ പരിപാടിക്ക് വിളിച്ച് ഞങ്ങൾ എവിടെയാണ് പണിയെടുക്കും, പൂരത്തിനും പണിയെടുക്കും. പിന്നെ എങ്ങനെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടോ? ഞാൻ ഇതുപോലെ കൊച്ചിയിൽ ഏതോ ഒരു വെന്യൂ ഞാൻ ഓർക്കണില്ല, ഒരു 3-4 വർഷം മുമ്പ് ഇങ്ങനെ പെർഫോം ചെയ്തപ്പോൾ ഒരു 45-50 ഇയേഴ്സ് പ്രായമുള്ള ഒരു ലേഡി വന്നു. ലേഡി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ റാപ്പ് കേൾക്കാറുണ്ട്, എൻ്റെ ഭയങ്കര ഫാനാണ്, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരാൾ വരുമെന്ന്. അതെൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരാൾ. ഞാൻ കോഴിക്കോട് നടികറിൻ്റെ പ്രൊമോഷന് പോയ സമയത്ത്, അപ്പോൾ കോമഡിയാണ്. അപ്പോൾ അവിടെ വരുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല എനിക്കൊന്ന് ഫിലിം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന പോലത്തെ ഓഡിയൻസ്. അപ്പം സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയുള്ളൂ. ഇപ്പോൾ ബേബിയുടെ പാട്ടിൻ്റെ ലോജും കൂടെ. അപ്പം കുറേ ആൾക്കാർ ബേബീനെ കാണാൻ കൂടെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇത് കോമഡിയൊക്കെ അടിച്ച് ഞാൻ കുറേ നേരം ആദ്യം വന്നിട്ട് പോസ്റ്റായി. അപ്പോൾ എന്നെ ആദ്യം സ്റ്റേജിൽ കയറ്റി വിട്ട് അപ്പം ഞാൻ കുറേ കോമഡിയൊക്കെ അടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ അവസാനം നമ്മുടെ സൈഡിലാണ്. അങ്ങനെ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് അവസാനം എല്ലാവരും വന്നു. പ്രൊമോഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പടയുന്ന സ്കൂട്ടായി. ഞാൻ ഒരാളുടെ കൂടെ എന്തോ സെൽഫി എടുക്കാൻ തന്നാ. പിന്നെ അവസാനം മറ്റേ തഴപ്പേനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കാന്നുള്ള സീനിൽ ആൾക്കാരെല്ലാം നിരന്ന് നിന്നിട്ട് എൻ്റെ കൂടെ സെൽഫി എടുക്കാം, കൂപ്പറിങ് വന്നതെന്നുള്ള സീനില്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇന്നുകൊണ്ടിരുന്നപ്പം ഒരു പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് പയ്യനാണ്, എനിക്കൊന്ന് നമ്മളെക്കാളൊക്കെ ചെറിയ കുറച്ച് പറയാൻ കുറവാണ്. എന്നിട്ട് ഈ ഡൂഡാണെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇവൻ
ബാക്കിയുള്ളൊരു കെട്ടിപ്പിടിക്കുന്നവരും ഭയങ്കര ഇങ്ങനെ ഞെക്കി കെട്ടിപ്പിടിച്ച്. അപ്പം ഞാൻ ആദ്യം ഒത്തിരി മറ്റേ ഇതെന്താ സീൻ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ചെവിയിലോടായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു ബ്രോ. എൻ്റെ 7 വർഷത്തെ ഇത് ഭയങ്കര ഈ തിരക്കിനിടയിലും പറയുന്ന 7 വർഷത്തെ റിലേഷൻഷിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഞാൻ എൻ്റെയും ബേബിയുടെയും ഡാബ്സിൻ്റെയും പാട്ടാണ് കേട്ടോണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റണത്. എങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ ഞാൻ മറ്റേ കരഞ്ഞു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പല വ്യക്തികളും പല ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ബ്രോ ക്യാൻ ഐ ടേക്ക് എ സെൽഫി, ബ്രോ ക്യാൻ ഐ ടേക്ക് ഒന്ന് ഇങ്ങനെ ആക്കും. പക്ഷേ ഇത്രയും തിരക്കുകൾക്കിടയിലും ചില വ്യക്തികൾ, ചില 1000-ലല്ല 2 ആൾക്കാർ 3 ആൾക്കാരിനോട് ചോദിച്ചൊരു ചോദ്യം, ചേട്ടാ നിങ്ങളെ കൈപ്പടയിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് ഒരു ലൈക്ക് ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതണം ഫോണിൽ സ്റ്റോറി ഇടും തമ്മിൽ മെറ്റീരിയലും റിയലും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ 2 കുട്ടികളാണ് എന്നോട് ചോദിച്ചത്, ചേട്ടാ ഒരു ഓട്ടോഗ്രാഫ് സ്വന്തം കൈപ്പടയിൽ സ്നേഹം അല്ലെങ്കിൽ എന്തും ആവാം, ഒരൊറ്റക്കെട്ട് ഡബ്ബ ഒരു ഷെൽഫ് ഇത് കാക്കൂലേ. സോ അത്ര ഓപ്ഷൻ ആയിട്ട് അത് പോലും ആരും ചോദിക്കുന്നില്ല. നമ്മൾ പറയണോ? അതൊക്കെ ശരി. പക്ഷേ ഇതിനകത്ത് പെൺപിള്ളേർ എന്താണ് കാണാത്ത, പെൺകുട്ടികൾ എന്താണ് പാടാത്ത റാപ്പ് മ്യൂസിക്? ആൻഡ് വൈ സോ മച്ച് ഓഫ് എ ഡേർട്ട് ഇത്രയും നാളായിട്ട്? അതായത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം വന്നപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ആപ്രിഹെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് സീൻ ഇവിടെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ ഞാൻ റാപ്പ് ചെയ്യാൻ പോവാണെന്ന് അല്ലെങ്കിൽ റാപ്പിലൊരു കരിയർ എടുക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറയാൻ അത്രയും കൂടെ ബുദ്ധിമുട്ടായിരുന്നായിരിക്കും ഒരു 3-4 വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വരെയെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഇതേപോലെ സീനിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഇവിടെ നിൽക്കുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഉറപ്പായിട്ടും ഇവരുടെയൊക്കെ പേര് വരും. ഡാബ്സിയുടെ പേര് വരും, തിരുമാലയുടെ പേര് വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അറിയാം അങ്ങനെ ഒരു സീൻ ഉണ്ടെന്നെങ്കിലും ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ പെൺകുട്ടികളെ. ഇതിലെന്താ നമുക്ക് തോന്നില്ലെന്ന് വെച്ചാൽ ഒരു ആണായാലും ഒരു പെണ്ണായാലും ഈ 18 വയസ്സ് കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സൊസൈറ്റീൻ്റെ അകത്താറിൽ ജീവിക്കുന്ന അപ്പ അമ്മ റിലേറ്റഡ് ആൾക്കാരോട് ആണായാലും പെണ്ണായാലും പറയാണ്, വാപ്പിയെ ഇക്ക് മ്യൂസിക് പറിച്ച് ചെയ്യണോട്ടാ, ഞാൻ സൗണ്ട് എഞ്ചിനീയർ, എൻ്റെ കാല് ഞാൻ തച്ച് മുറിക്കും, മര്യാദക്ക് പോയിട്ട് പഠിച്ചോ. ഇതാണ് ഒരാണായാലും പെണ്ണായാലും ജനിക്കപ്പെട്ടുണ്ടാവണം. ഇതിനെ പക്ഷെ ആണുങ്ങൾക്കാണെങ്കിൽ പിന്നെ മറ്റേ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതാണ് ഒരു ആണിന്റെ അവസ്ഥ വെച്ചാല്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഇക്കൊന്നും എന്താ എനിക്ക് ശരി എന്നുള്ള അല്ലെങ്കിൽ ഓൾക്ക് ശരി എന്നുള്ള സാധനം തോന്നി ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കാണിക്കല് ഇൻഡിവിജ്വൽസിന്റെ പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഇനിയിപ്പം വന്ന് തുടങ്ങും ഉറപ്പായിട്ടും. റാപ്പ് മ്യൂസിക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് മെയിൽ ഡോമിനൻസ് ഉള്ളൊരു ജനറയാണ്. ഇപ്പോൾ പുറത്ത് നോക്കിയാലും US ലാണേലും കൂടുതലും മെയിൽ ആർട്ടിസ്റ്റുകളാണ്, ഫീമെയിൽസ് കുറവാണ്. അത്രയും വലിയ ഹിപ്പ് ഹോപ്പ് കൾച്ചർ ഉള്ള സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ വരുമായിരിക്കും ഫ്യൂച്ചറിൽ. അതാണ് സംഭവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡാബ്സിക്ക് കൂപ്പറിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ്? അതിന്റെ 4 വരി ഒന്ന് പാടാൻ പറ്റും? ഇപ്പൊ എന്റെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓഫ് സീസൺ എന്ന് പറഞ്ഞൊരു പാട്ടില് പുകയുതിപ്പായട തീവണ്ടി ഹോമത്തിനൊടുവിലെ ചീങ്കണ്ണി ചിരിച്ചോണ്ട് ജീവിതം വാങ്ങട ചീഞ്ഞണ്ടി ഇന്ന് ഓഫ് സീസണിൽ കാറ്റും വീസണിൽ ആരും വീസണില്ല ഞാനും വീസണിൽ. That's something else. So word play kind of like I like him as a person, as an artist. ആർട്ടിസ്റ്റായിട്ടും എനിക്ക് ഇഷ്ടമാണ്, വ്യക്തിയായിട്ടും എനിക്ക് ഇഷ്ടമാണ്. Because I spend a lot of time with him. And തിരുമാലയുടെ വേറെ കുറേ എനിക്കറിയാം. പക്ഷേ സ്വയംഭൂ എന്നും പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് എനിക്ക്. അതെ അതിന്റെ എങ്ങനെയായിരുന്നു തുടങ്ങുന്നത്? കാലം കടന്നുപോയി കാച്ചുവട്ടിലെ മണ്ണൊലിച്ച പോലെ, വർഷം മുറഞ്ഞു തുള്ളി വാനവീതിയിൽ കല്ലെറിഞ്ഞ പോലെ, അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ നിനക്കൊക്കെ തോന്നി ഞാൻ തോന്നിയ വാസി, അരുതരുതാത്തത് ചെയ്തിട്ട് വിലപിക്കുന്ന നീയൊക്കെ സാമദ്രോഹി. ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു ടെക്സ്ചറിൽ ചെയ്തൊരു സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ആൽബത്തിലെ കുമാരി കണ്ടം ട്രാക്സ് എന്നുള്ള ആൽബത്തിൽ ആദ്യം സിംഗിളായിട്ട് വീഡിയോ ഇറക്കിയ ട്രാക്കാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ, കാരണം പരിമളിനെ എനിക്കറിയാം, 2014-15 സമയം മുതൽ എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ മലയാളത്തിൽ ഇവന്മാര് തുടങ്ങിയില്ല പരിപാടി ഇങ്ങനെ ആലോചിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ മലബാറി ബാങ്കിലെ വേഴ്സ് അത് തന്നെയാണ്.
എസ്എനെ കണക്കിന് കാണാൻ കിട്ടി, MHRന് പാടാൻ പറ്റി, പട്ടും പറ്റും കൂടെ കൂട്ടി ഞാനും മങ്ങിയരിക്കായാക്കി, ശരിയുണ്ടെന്നൊക്കെ ഞാൻ ഇത് ഷൂസിന്റെ മുകളിൽ നൈക്കിന്റെ ഷൂവിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര കൂളാണല്ലേ, കിട്ടിയ ഗിഫ്റ്റാണ്. അതെ, അതെ. മൂപ്പരാണല്ലോ ഉപദേശം പോകൂല ഒരു രേവലേശം അത് വേവൂല, നീ നേർക്ക് വന്ന നിന്റെ കാര്യം പോക്കാതെ എന്റെ സ്വന്തമാക്ക. അതുപോലെ മറ്റേ സാധനല്ലേ സരിഗമ പദനിസ, അത് നമുക്കറിയില്ല, അറിയില്ലേ പറയില്ല. സംഗീതം പഠിച്ചിട്ടില്ല. അത് ഭയങ്കര അതാണ് ഈ രസം, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഭയങ്കര അത് രസമായിട്ടുള്ള രീതിയിൽ മലയാളത്തിൽ ബെസ്റ്റ് പറച്ചിലിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ മലയാളി ഡായുടെ ഡ്രോപ്പിന് കറക്റ്റ് ക്രൗഡിൽ നിന്ന് പാടും അത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോ മലയാളി കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അത് ആക്ച്വലി ആനന്ദാണ് ചെയ്തത്, അത് ഭാഗ്യായി. DJ Khalid എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന് മൂട് മലയാളത്തിൽ അയ്യോ തീരുന്ന തിരുമല. You guys are simply awesome. Yeah. What's your dream project? I'll start with you, Cooper. ഡ്രീം project എന്ന് പറയുന്നത് ഇത് എനിക്ക് എനിക്ക് ചെയ്യണം, ഞാൻ ഒരുപാട് ഫ്രണ്ടിലോട്ട് ആലോചിക്കാറില്ല. പക്ഷെ എനിക്കൊരു ഉള്ള ഇതിനകത്ത് നോക്കുമ്പം എനിക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിംഗിൾസും എൻ്റെ EP ഒക്കെ ഇറക്കി കഴിഞ്ഞിട്ട് പ്രോപ്പർ ഒരു ആൽബം വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ട് എനിക്കൊരു പ്രോപ്പർ സ്റ്റേജ് കിട്ടിയെന്ന് എനിക്ക് വിശ്വാസം വന്നവരായിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ അതുവരെയുള്ള ജേർണിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുപോലത്തെ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം വെച്ച് അവരെല്ലാവരും കൊളാബ് ചെയ്യുന്ന ആ ഒരു ജേർണിനെ കുറിച്ചുള്ള ഒരു ആൽബം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ ട്രാക്കിലും ഇപ്പം ഡാബ്ജി ആയാലും തിരുമാലി ആയാലും ഫെജോ, ബേബി, അപ്പോൾ എല്ലാവരും ഫീച്ചർ ചെയ്ത് നമ്മളൊരു കഥ പറഞ്ഞു പോകുന്ന പോലത്തെ ഒരു ആൽബം ചെയ്യണം. ജേർണലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ പയ്യൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ കൂടി നീ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചിട്ടൊന്ന് ചെയ്ത് തീർക്കണം. ഞാൻ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റ്, എസ്പെഷ്യലി ഒരു റാപ്പർ പറയുന്നത് ഞാൻ ജേർണലിംഗ് ചെയ്യാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്. And that was so beautiful, അല്ലേ? That's so important also. Character. എൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു അൾട്ടിമേറ്റ്ലി ഒരു ആൽബമാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ച് നമ്മുടേതായ ഒരു നാടൻ റാപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ളൊരു ആൽബമാണ് എൻ്റെ മൈൻഡിലുള്ളത്. അതൊരു 2-3 വർഷത്തിനകം എങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. ദൈവനിരിക്കട്ടെ. എല്ലാവരും ഡെവലപ്ഡ് ആവണം എന്ന് തന്നെ ആഗ്രഹിക്കണം. ING-യിൽ നിന്ന് ED-യിലേക്ക് എത്തണം എന്നുള്ള. പിന്നെ എനിക്ക് ഇതുവരെ ചെയ്ത യാത്ര ഓൾറെഡി ഡണ്ണാണ്. ഐ എം ഡൺ വിത്ത്. പിന്നെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഇതാണോ ഇത്രയും ആരും ചെയ്യാൻ ഒരിക്കലും തീരുമാനം എടുക്കാത്തൊരു സാധനം ചെയ്യണം എന്നാണുള്ളത്. ആ സാധനം ഭയങ്കര സാധനമൊന്നും വലിയ വെല്ലുവിളി ഒന്നുമില്ല, പക്ഷെ ഞാനത് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ എൻസംബിളിങ് ഓൾ ദ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ഓഫ് മൈൻ ഇൻ എ സ്റ്റേജ്, വെദർ ഓൾ മൈ കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റീസ് ഫ്ലൈയിങ്. സോ അതൊരു പഞ്ചായത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ടുമോറോ ലാൻഡ് ആയിരിക്കും, അത്രമാത്രം. If Tomorrowland we can do in Belgium, we can make it in the Panchayat of Kerala. അവര് പൂരം പോയി തുടങ്ങി, നീർച്ച പോയി തുടങ്ങി, ബാൻഡുകൾ അതുമാതിരി പള്ളികളിൽ വരുന്ന ഈ കണ്ട് കാണപ്പെട്ട ഞാൻ അനുഭവിച്ചെന്ന ഉത്സവങ്ങൾ ഇന്നൊക്കെ കാണാൻ കഴിഞ്ഞില്ല. ഒരു മുറുക്കാന്, കുറച്ച് ചെണ്ട, പൊരി, അതുപോലെ ഐനാസ്, 6-ാം നമ്പർ, വെടിക്കെട്ട്, ഒരുപാട് സാധനങ്ങൾ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഫെസ്റ്റിവൽ നമ്മൾ മുന്നോട്ട് നയിക്കാൻ ഒരുപാട് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടും ഊർജ്ജം തന്ന സാധനങ്ങൾ. ഇറ്റ്സ് നോട്ട് ദർ. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പൈസ കൊടുക്കണം, ഒരു കുളത്തിൽ കുളിക്കാൻ ഇല്ല. സോ ദിസ് മച്ച് തിങ്സ് ആർ ലോസ് ആൻഡ് ഐ ഹാവ് ടു. അങ്ങനെ ഒരു വലിയൊരു സാധനമുണ്ട്, നോക്കി നോക്കുക, പോയി നോക്കുക. ബ്യൂട്ടിഫുൾ. അടുത്ത പ്രോജക്റ്റ് അല്ലെങ്കിൽ അടുത്ത ട്രാക്കിൻ്റെ 2 വരികൾ ഫ്രം ഓൾ ഓഫ് യു ആൻഡ് വി റാപ്പ് അപ്പ് ദ ഷോ. എത്രയും ഇൻവിഗറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് എനിക്ക് ഒത്തിരി ഇറ്റ് ഇസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലേണിംഗ് ഫോർ മീ. താങ്ക് യു ഓൾ. ബട്ട് വി വിൽ റാപ്പ് അപ്പ് വിത്ത് എ സോങ്. എനിബഡി ക്യാൻ സ്റ്റാർട്ട്. അതിനകത്ത് ഒരു ഭാഗം ഞാൻ പാടാം. ഓക്കെ, ഫുള്ള് പാടണ്ട, അപ്പോൾ ഔട്ടാവും. നാക്കിൻ്റെ ജാക്കി ചാനൽ, ഡ്രിപ്പിൻ്റെ കാര്യത്തിൽ ഫാഷൻ ചാനൽ, ഗിക്സ് മേണ തട്ടിൻ്റെ മാറിൽ ഹിറ്റൊക്കെ പറക്കണ തെക്കൻ കാറ്റിൽ, ജെറ്റിട്ട് പായണ് പുത്തൻ കാറിൽ, ട്രിപ്പിന് കണക്കിന് മുന്തിരി ചാറുണ്ട്, നിൽപ്പനെ അടിക്കണ ലോക്കൽ ബാറിൽ, പടകൾ കുതിക്കണം സെക്കൻഡ് ചാൻസിന്, ക്യാഷഡ് 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 നീ, ക്യാഷഡ് 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 നീ.
ഒരു ട്രാക്കിന്റെ ഒരു ഓ ഓക്കെ. എൻ്റെ നെക്സ്റ്റ് റിലീസ് പച്ചപ്പരിഷ്കാരി എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ്. പരിഷ്കാരി. അത് ഇതുപോലെ തന്നെ പച്ചപ്പരിഷ്കാരം എന്നുള്ള വേർഡ് നിന്ന് ഡെവലപ്പ് ചെയ്തൊരു സോങ്ങാണ്. പച്ച പരിഷ്കാരി പച്ച മലയാളി ബുർഷ മുതലാളി മദ്യം മധുരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് ഐം സിംഗിൾ ആൻഡ് റെഡി ടു മിങ്കിൾ. ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം, ഈ പെമ്പിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗം. അങ്ങനെ അതാണ് അപ്കമിങ് ട്രാക്ക്. ഞാൻ ഒരു പിരിശം എന്ന് പറഞ്ഞൊരു പാട്ട് ഇനി വരാനുള്ളത്. പിരിശം പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ്. പിരിശത്തിലായിരം ലാത്തിരി പൂത്തിരി കത്തന കണ്ട് ഹുസനുൽ ജമാൽ അതിൽ പൂണ്ട് രാത്തിരി കണ്ട കിനാവത കൊണ്ട് വമ്പുറ്റവരാണ് വരുന്നത് ചൊന്നവരക്കഥ കണ്ട് മറന്ന് മണലിൻ്റെ കാരുണ്യത്തിൽ ഇതെന്ന് വളർന്ന് മലർന്ന് നടന്ന് നെഞ്ചത്തിലെ അറബന മുയക്കണ മുയക്കത്തിൽ ഇടിച്ചിട്ട് പിടുത്തിട്ടിട്ടടിച്ച് അരിച്ചെടുത്തിട്ട് മൊരിച്ചിട്ട് നിരിച്ചിരിച്ചിരിച്ചിട്ട് നാരിച്ചിട്ട് വിധിച്ച് തളവള തിളങ്ങണ വിളങ്ങണ മുജറക്ക പകരമതായത് പെരുന്നാൾ അതപിന് വലകളിലെ എണയിൽ പകുതിയും ലകുതിയും പതിയും മതിയായി പെരുശത്തിലായിരം ലാത്തിരി പുത്തിരി കത്തന കണ്ട് ഹുസനുൽ ജമാൽ അതിൽ പൂണ്ട് ലാത്തിരി കണ്ട കിനാവത് കൊണ്ട് ജമാലേദാ കമാലാനാ. പടപ്പാട്ട് ഓഫ് ദ ഇന്ത്യ. Thank you guys, thank you so much. Thank you. അങ്ങോട്ട് തിരിച്ചും വളരെ നന്ദി. സത്യം എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്ര നേരം വിത്തൗട്ട് ലൈക്ക് അല്ലെങ്കിൽ ഇന്ററാക്ഷനിൽ കുറച്ച് കട്ടായ ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ നേരെ കുറെ നേരം സംസാരിക്കാൻ പറ്റി. ഹോമീസ് താങ്ക്സ് മാൻ. സത്യം. താങ്ക് യു. Thank you.